മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള പുഴയോര നടപ്പാതയിൽ പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വെള്ളപ്പൊക്കത്തിലും സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമങ്ങളിലും തകർന്ന നടപ്പാതയിലെ വഴിവിളക്കുകളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ വീണ്ടും ഉയരം കൂട്ടി പുനഃസ്ഥാപിക്കുന്നത്. വഴിവിളക്കുകൾ മിഴിയടച്ചതോടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊടുവിൽ മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള പുഴയോര നടപ്പാതയിൽ വെളിച്ചം പരക്കാൻ തയ്യാറെടുക്കുന്നു. ഏറെ നാളുകളായി ഇരുട്ടിലായിരുന്ന മൂവാറ്റുപുഴ പുഴയോര നടപ്പാത വീണ്ടും വെളിച്ചപൂരിതമാക്കുന്നതിനുള്ള നടപടികൾക്ക് നഗരസഭ മുൻകൈയെടുത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുഴയോര നടപ്പാത നിർമ്മാണം പൂർത്തിയാക്കിയ അന്നു മുതലുണ്ടായ എല്ലാ വെള്ളപ്പൊക്കങ്ങളിലും ലൈറ്റുകൾ നശിച്ചുപോയിരുന്നു. എന്നാൽ അതിനുശേഷം ഇതുവരെ പുഴയോര നടപ്പാതയുടെ ലൈറ്റുകൾ നന്നാക്കുന്നതിന് നഗരസഭ യാതൊരു പ്രവർത്തനങ്ങളും നടത്തിയിരുന്നില്ല. ലൈറ്റുകൾ കത്താത്തതിനെ തുടർന്ന് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. പുഴയോര നടപ്പാത ഇരുട്ടിലായതോടെ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും ഉണ്ടായിരുന്നു. പോലീസ് ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ പരിശോധനകൾ നടത്തിയെങ്കിലും സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല. പ്രഭാതത്തിലും സായാഹ്നത്തിലും വ്യായാമത്തിനായി ഇറങ്ങുന്നവർക്കും വലിയ പ്രതിസന്ധിയാണ് ലൈറ്റുകൾ ഇല്ലാത്തതിനാൽ ഉണ്ടായിരുന്നത്. പ്രളയത്തിന് പുറമെ പാതയിലെ ബൾബുകളും വയറുകളും സാമൂഹ്യവിരുദ്ധർ മോഷ്ടിച്ചു കൊണ്ടുപോയതും പുഴയോര നടപ്പാത ഇരുട്ടിലാകുന്നതിന് കാരണമായി. എന്നാൽ ഇത്തവണ ലൈറ്റ് പോസ്റ്റുകളുടെ ഉയരം വർദ്ധിപ്പിച്ചും സുരക്ഷയേറെയുള്ള ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നതെന്ന് നഗരസഭ അധികൃതർ പറയുന്നു. നഗരസൗന്ദര്യത്തിനും വലിയ ഊന്നൽ കൊടുത്തു മുന്നേറുന്ന ഈ ഭരണസമിതി നിലവിലുള്ള നഗരസഭയുടെ നടപ്പാത നവീകരിക്കുന്നതിന് മുൻകൈയെടുക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. വിമർശനങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുന്നതിന് ഇതോടെ സാധിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.